എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ അനുകൂലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് 1201 ആണ്ട് കുംഭമാസം 30-ാം തീയതിയാണ്. 14/3/2026 ശനിയാഴ്ചയാണ്. ഇന്ന് എല്ലാവർക്കും അവധിയുടെ ഒരു രസമുള്ള ദിവസമാണല്ലേ. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും വളരെ റിലാക്സ്ഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പരിപാടി കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇന്ന് ആദ്യമേ നമുക്ക് പതുപോലെ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാലം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണകരമായിരിക്കില്ല. ഏതെങ്കിലും രീതിയിലുള്ള കൺസ്ട്രക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അപകട സാധ്യതയുള്ള ദിവസമാണ്. വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഏഴരശനി കാലമായതുകൊണ്ടും ഇന്നത്തെ ദിവസത്തെ ചില പ്രത്യേക ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ടുമൊക്കെ നമുക്ക് ചില വിപരീതാനുഭവങ്ങളാണ് ഉണ്ടാവുക. ഡിപ്രഷൻ ഉള്ളവർക്ക് അത് അധികരിക്കുവാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി തർക്കത്തിലേർപ്പെടുവാനും കലഹിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. ജോലി ഭാരം മൂലം ആരോടെങ്കിലുമൊക്കെ കലഹിക്കുവാനും കയർക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. ആത്മസംയമനം പാലിക്കുകയും വാക്കുകൾ നിയന്ത്രിക്കുകയും ചെയ്യാൻ ആവശ്യമായ കോപം ഒന്നിനും ഒരു പരിഹാരമല്ല. ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത് അച്ചടക്കമാണ്. അച്ചടക്കത്തോടു കൂടി കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുക. ഭക്ഷ്യ വിഷബാധയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. എഴുത്തുകാർക്ക് നല്ല ദിവസമായിരിക്കും. എന്നാൽ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് സംഘർഷമുണ്ടാകുന്ന ദിവസവും ചില നിയമപരമായ പ്രശ്നങ്ങളിൽ ചെന്നുപെട്ട് പ്രശ്നങ്ങളുണ്ടാകാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. തെറ്റായ മാർഗത്തിലൂടെ പോകുന്നവരെ അനുകൂലിക്കുന്നത് മൂലം വിമർശന വിധേയരാകാനും സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ഇന്ന് ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ കാണുന്നു. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കുമെന്ന്. ഇന്നത്തെ ദിവസം ചില തീരുമാനങ്ങൾ എടുക്കാൻ ഇരിക്കുന്നത് മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും സന്താനങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം പ്രതികൂലമായൊരു മറുപടിയാണ് ലഭിക്കുക. ഏറ്റവും ഇഷ്ടപ്പെട്ട ചില ആളുകളുമായി കലഹിക്കുവാനും സാധ്യത കാണുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഒരു ധനാഗമനം വരുവാനും മുടങ്ങിക്കിടന്ന കൺസ്ട്രക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനും ഒക്കെ വഴിതെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ സാമ്പത്തിക സഹായമൊക്കെ സർക്കാരിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയും പ്രതിബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചരക്കുകൾ വിറ്റഴിഞ്ഞു പോകാനുള്ള വഴി തെളിയുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. എന്നാൽ സെക്യൂരിറ്റി ജോലി ചെയ്യുന്നവർക്ക് അപകട സാധ്യത കാണുന്നു. അതുപോലെ ഇൻവെസ്റ്റിഗേഷനിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, കസ്റ്റംസിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, കസ്റ്റംസ് ഭാഗത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വെല്ലുവിളികൾ നേരിടേണ്ടതായ ദിവസമാണ്. വ്യോമമാർഗം ജോലി ചെയ്യുന്നവർക്കും കരമാർഗം ജോലി ചെയ്യുന്നവർക്കും അതേപോലെ ജലയാനത്തിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ പ്രതികൂലമായ ദിവസമായിരിക്കും. അപകട സാധ്യത കൂടുതലുള്ളൊരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായി കാണുന്നു. ദീർഘനേരം ജോലി ചെയ്യുന്നത് മൂലമോ ദീർഘമായി യാത്ര ചെയ്യുന്ന മൂലമോ ശരീരക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. ഉദരസംബന്ധമായ അസുഖങ്ങൾ മൂലം പ്രയാസപ്പെടുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകമായൊരു ശ്രദ്ധ ആവശ്യമാണ്. ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വിമർശനത്തിന് പത്രീഭവിക്കുന്ന രീതിയിലുള്ള അബദ്ധങ്ങളൊന്നും സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ജോലിക്കാരെ നിയന്ത്രിക്കുകയും അവരുടെ പ്രവൃത്തികളിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. മലിനമായ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന അടുക്കളയിൽ നിന്ന് രോഗസാധ്യത കാണുന്ന ദിവസമായതുകൊണ്ട് ഹോട്ടൽ ജീവനക്കാരും ഹോട്ടൽ മുതലാളിമാരുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ടൂറിസവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് നിരാശ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് നിരാശ ഉണ്ടാകുന്ന ദിവസമായിരിക്കും. കുട്ടികളുടെ പഠനത്തിനായി വിദേശത്തെ പഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാസാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ദീർഘയാത്രയ്ക്കും ദൂരയാത്രയ്ക്കുമൊക്കെയുള്ള അവസരങ്ങൾ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായിട്ടാണ് കാണുന്നത്. പുതിയ മീറ്റിങ്ങുകളോ പുതിയ
കൂടിക്കാഴ്ചകൾക്കൊക്കെ വഴിതെളിക്കുന്നതായ പല സന്ദർഭങ്ങളും വന്നു ചേരാം. അപ്രതീക്ഷിതമായി കലാരംഗത്തേക്കോ അല്ലെങ്കിൽ പ്രശസ്തി ഉണ്ടാകുന്ന രംഗത്തേക്കോ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ സന്താനങ്ങളെ കൊണ്ട് വളരെയധികം മനക്ലേശമുണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ സ്വഭാവ രീതിയിലുള്ള മാറ്റം വളരെയധികം മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അധികം മനക്ലേശമുണ്ടാകുന്ന ചില അനുഭവങ്ങൾ വന്നു ചേരാം. ഉറ്റവരുമായി ചില കലഹങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കച്ചവടക്കാർക്ക് പരാജയം ഉണ്ടാകുന്ന ദിവസമാണ്. കയറ്റുമതി ഇറക്കുമതി ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായും വെല്ലുവിളികൾ നേരിടേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. മുറിവ്, ചതവ്, ഒടിവൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് അത് അധികരിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ അതുമൂലമുണ്ടാകുന്ന വലിയ അസുഖങ്ങൾ, സ്ട്രോക്കുകളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഔഷധ സേവ മുടക്കാതെ ഇരിക്കുക. ഷുഗർ തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്കും അധികരിക്കുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും ഇന്ന്. മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടതായ കർമ്മങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുന്നവർ അത് ഈ ദിവസം അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. പിതൃകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടും പിതൃക്കളെ സ്മരിക്കുന്നത് കൊണ്ടും ഗുരുവന്ദനങ്ങൾ ചെയ്യുന്നതുകൊണ്ടും ഗുരുക്കന്മാർ ഗുരുതുല്യരായ ആളുകൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നതുകൊണ്ടും ഇന്നത്തെ ദിവസത്തെ സംഘർഷങ്ങൾ ഒഴിവായി കിട്ടുന്നതാണ്. ധനസംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം പരാജയമാണ്. അതേപോലെ കച്ചവടക്കാർക്ക് അത്ര തന്നെ ഗുണകരമായ ഒരു ദിവസമായിരിക്കില്ല ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ വരുന്ന ദിവസമാണ്. എങ്കിൽ കൂടിയും സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ധനനഷ്ടത്തിന് സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ കടങ്ങളോ വായ്പകളോ ഒക്കെ അടച്ചു തീർക്കാനായിട്ട് വിഷമിക്കുന്ന ദിവസമാണ്. ചിലർക്ക് ജപ്തി മുതലായ കാര്യങ്ങൾ നടപടികളിലേക്ക് വരെ വായ്പകൾ, ബാധ്യതകൾ നീങ്ങുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. സത്യസന്ധമായി മുൻപോട്ട് പോകുന്നവർക്ക് വളരെയധികം സമാധാനം ലഭിക്കുന്ന ദിവസമായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം ആശ്വാസകരമായ ചില അനുഭവങ്ങൾ വന്നു ചേരാം. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. മണ്ണുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, കായികമായ ജോലി ചെയ്യുന്നവർക്ക്, ആയുധങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. ക്ലീനിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. രാഷ്ട്രീയക്കാർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമാണ്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുകയെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. പല കാര്യങ്ങളും ഉദ്ദേശിച്ച രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ദിവസമായിരിക്കും. അതുപോലെ തന്നെ ബന്ധുമിത്രാദികളുടെ ഇടപെടൽ മൂലം ചില നല്ല കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് മുൻകൈ എടുത്തിരിക്കുന്നവർക്ക് അത് അനുകൂലമായി ഭവിക്കാൻ സാധ്യതയുണ്ട്. വൈവാഹിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഏവർക്കും സദ്യ തുടങ്ങിയ കാര്യങ്ങൾക്ക്, ദേഹണ്ണം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന ദിവസമായിരിക്കും. ബൊട്ടീക്ക് തുടങ്ങിയ അല്ലെങ്കിൽ ഫാഷൻ ടെക്നോളജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. യാത്രയുമായി ബന്ധപ്പെട്ട് പല തടസ്സങ്ങളും വരുവാനും ധനനഷ്ടം വരുവാനും വാഹനത്തിന് കേടുപാടുകൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം അതിന് ഉതകുന്ന ഒരു ദിവസമായിട്ട് കാണുന്നില്ല. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ മെച്ചമായ മാറ്റങ്ങൾ വരുന്ന ദിവസമാണ്. എങ്കിൽ കൂടിയും ചില നിയമപരമായ പ്രശ്നങ്ങളിൽ ചെന്നുപെടാൻ സാധ്യതയുണ്ട്. ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഹോട്ടൽ മേഖല കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ചില പരാജയങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. വിവാഹാധികാരികൾക്ക് ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ബൊട്ടീക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഫാഷൻ ടെക്നോളജി കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ട് കാണുന്നു. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതുപോലെയുള്ള കലാപരമായ സീരിയൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്ക് പുതിയ പുതിയ പ്രോജക്റ്റുകൾ വരുവാനും പുതിയ വളരെ ഐശ്വര്യമുള്ള അല്ലെങ്കിൽ ഭാഗ്യദായകമായ കാര്യങ്ങൾ വന്നു ചേരുവാനുമൊക്കെ സാധ്യതയുണ്ട്. അഭിനയകലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായിരിക്കും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണകരമായിരിക്കില്ല. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലാഞ്ചം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷമുള്ള ദിവസമായിരിക്കും. വളരെ ആശ്വാസമുള്ള ഒരു ദിവസമായിരിക്കും. ഒരുപാട് ജോലികൾ ചെയ്ത് തീർത്തതിൻ്റെ സംതൃപ്തി ഉണ്ടാവുകയും
ലതാർജി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ധാരാളം വിശ്രമമൊക്കെ ആവശ്യമായ ദിവസമാണ്. ധാരാളം വിശ്രമിക്കുക. അടുത്ത ആഴ്ചയ്ക്ക് ഉള്ള തയ്യാറെടുപ്പിൽ വിശ്രമിച്ച് സന്തോഷകരമായിരിക്കുക. അതുപോലെ മേലുദ്യോഗസ്ഥരുമായി ഉണ്ടായിരുന്ന സംഘർഷങ്ങളൊക്കെ പറഞ്ഞു തീർക്കുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. ചില കാര്യങ്ങൾക്ക് ഒരു തീരുമാനങ്ങൾ വന്നു ചേരുന്ന ദിവസമായിരിക്കും. ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. വീട് മോടി പിടിപ്പിക്കുവാനോ ധനച്ചെലവിനോ ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. ഗൃഹോപകരണങ്ങളുമായി ബന്ധപ്പെട്ട് ചില കേടുപാടുകൾ വരുവാനോ അപകടങ്ങൾ വരുവാനോ ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വാഹന സംബന്ധമായ ചില റിപ്പയറുകൾ വരുവാനും സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സം കാണുന്നു. എന്നാൽ പിക്നിക്കിന് പോകാനോ അല്ലെങ്കിൽ തീർത്ഥയാത്രയ്ക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ തടസ്സങ്ങളൊന്നും കാണുന്നില്ല. വ്യോമമാർഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക്, ജലയാനത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ പല വെല്ലുവിളികളും നേരിടേണ്ട ഒരു ദിവസമാണ് ഇന്ന്. സാമ്പത്തിക കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, പ്രൈവറ്റ് ബാങ്കേഴ്സ് അങ്ങനെ തുടങ്ങിയവർക്ക് ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുള്ള ദിവസമാണ്. ലോഹനിർമ്മിതമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്കും നഷ്ടം സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. വളരെയധികം സന്തോഷകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദിവസമാണ്. അപ്രതീക്ഷിതമായി കുടുംബസ്വത്ത് ലഭിക്കുവാനോ അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ലഭിക്കുവാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ഗൃഹാന്തരീക്ഷത്തിൽ വളരെ ശാന്തവും സൗമ്യവുമായ ഒരു അവസ്ഥ വന്നു ചേരുന്ന ദിവസമാണ്. പണ്ട് ചെയ്തു പോയ ഏതെങ്കിലും തെറ്റുകൾക്ക് ശിക്ഷിക്കപ്പെടുവാനും സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ചില സന്തോഷകരമായ അവസ്ഥ വരുന്ന കാണുന്നുണ്ട്. സന്തോഷിക്കുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ടുള്ള കലഹങ്ങൾ പറഞ്ഞു തീർക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ ആരോഗ്യപരമായ കാര്യങ്ങൾ സഹായം തേടുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ചില അഭിനന്ദനങ്ങളും ധനാഗമങ്ങളും ഒക്കെ വരാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണ, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ശോഭനമായൊരു ദിവസമായിരിക്കും. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ സാധിക്കുന്ന ദിവസമാണ്. ഏറ്റവും അനുചിതമായ ചില മേഖലകൾ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. സ്ഥാനമാറ്റത്തിനുള്ള ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട്. അനുകൂലമായ സ്ഥാനമാറ്റമായിരിക്കും അത്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, എഴുത്തുകാർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പുതിയ തീരുമാനങ്ങളും പുതിയ മേഖലകളിലേക്കുള്ള ഒരു പര്യടനം നടത്താനുമൊക്കെ സാധ്യതയുണ്ട്. യാത്രയ്ക്ക് അനുകൂലമായ ദിവസമായിരിക്കും. ഏറ്റവും അടുത്ത ബന്ധുക്കളുമായി യാത്ര ചെയ്യുന്നതും പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കുന്നതിനുമൊക്കെ സാധ്യത കാണുന്നു. വിദേശീയരുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായിരിക്കും. വിദേശ കാര്യങ്ങളിൽ ശ്രദ്ധ വ്യാപരിച്ചിരിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ഏഴരശനിക്കാലമായതുകൊണ്ട് ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. അതേപോലെ മാനക്കേടിനോ അപമാനത്തിനോ ഉതകുന്ന രീതിയിൽ കുടുംബാംഗങ്ങളോ സന്താനങ്ങളോ പെരുമാറുവാൻ സാധ്യതയുണ്ട്. സ്വന്തമായ ചില പെരുമാറ്റങ്ങൾ കൊണ്ടും ചില മാനക്കേടുകൾ വരാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആരോഗ്യത്തിൽ വരുന്ന മാറ്റങ്ങൾ വളരെയധികം മനസ്സമാധാനക്കുറവുണ്ടാക്കുന്നതാണ്. ഏറ്റവും അധികം അടുത്ത ബന്ധുക്കളിൽ ചിലർക്ക് ചില അസുഖങ്ങൾ വരുന്ന അവസ്ഥ ഉണ്ടാവുകയും മനപ്രയാസം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. പിരിഞ്ഞു നിൽക്കുന്ന പങ്കാളികൾ അടുത്തു വരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. സന്താനങ്ങളെ വേർപെട്ട് നിൽക്കുന്നവർക്ക് സന്താനങ്ങളെ കാണുവാനുള്ള അവസരമൊക്കെ ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. കലാകായിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. ആരോഗ്യസ്ഥിതിയിൽ മെച്ചമായ മാറ്റം കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി, കാല, ഉത്തട്ടാതി, രേവതി. കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. ധാരാളം വിശ്രമിക്കുകയും ധാരാളം കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യാനായിട്ട് ഉതകുന്ന ദിവസമാണ് ഇന്ന്. എന്നാൽ വൈകുന്നേരത്തോടു കൂടി അനാവശ്യമായ ചില സംഘർഷങ്ങൾ വരുവാനും മാനസിക പീഡ അനുഭവിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. മുതിർന്നവരുമായി ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ പരിഹരിക്കുവാനും സാധ്യത കാണുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ഭാഗ്യം വരുന്നത് കണ്ട് സന്തോഷിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ സഹോദരങ്ങളുമായി തർക്കത്തിൽ ഏർപ്പെടുവാനും ആ തർക്കം അന്തഃഛിദ്രത്തിലേക്ക് എത്തുവാനും സാധ്യത ഉള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഏർപ്പെടാതെ ഇരിക്കുക. നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും
കൈകാര്യം ചെയ്യുന്നവർക്കും അതുപോലെ കേസ് വഴക്കൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം ആശങ്കകൾ ഉണർത്തുന്ന രീതിയിലുള്ള മറുപടി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഏഴര ശനിക്കാലമാണ്, ജന്മശനിക്കാലമായതുകൊണ്ട് വീഴ്ച ഒടിവ് ചതവ് മുറിവിനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക. ഈശ്വരാധീനം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ സർവേശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.